ഹായ് ഡിയർ സ്റ്റുഡൻസ്, പ്രിയ വിദ്യാർത്ഥികളെ, ഐ ആം പി വി എൻ ഓഫ് പി വി എം ചാനൽ, ഗ്ലോബൽ ചാനൽ. ഞാനിന്നിവിടെ 10ാം ക്ലാസ്സിലെ കുട്ടികളെ ഉദ്ദേശിച്ചിട്ട് ഒരു ഇംഗ്ലീഷ് ബേസിക് ഗ്രാമർ പോർഷൻ വീഡിയോ ചെയ്യുകയാണ്. പ്രത്യേകിച്ച് ഈ ഓൺലൈൻ ക്ലാസ്സുകളായതുകൊണ്ട് പല കുട്ടികൾ ആവശ്യപ്പെട്ടതുകൊണ്ടും നമ്മളിവിടെ ഒരു English basic grammar mean for SLC examination. So I give a very good foundation for SLC. ഇവിടെ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പേ ഈ ഗ്രാമറിൻ്റെ ഒരു മുഖവര എന്നോണം കുറച്ച് കാര്യങ്ങൾ പറയാൻ താല്പര്യപ്പെടുകയാണ്. നിങ്ങളത് ശരിക്കും ശ്രദ്ധിക്കണം. പല കുട്ടികൾക്കും ഇംഗ്ലീഷ് ലാംഗ്വേജ് ആവശ്യമാണ്, ഇംഗ്ലീഷ് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ടി വിയിലും മറ്റും അവിടെ ഇവിടെയൊക്കെ വിഷ്വൽ മീഡിയയിലൊക്കെ ഇംഗ്ലീഷ് ചറവറ സംസാരിക്കുന്ന കാണുമ്പോൾ എനിക്കും അങ്ങനെ സംസാരിച്ചാൽ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നൊക്കെ ചിന്തിക്കുന്ന ഒത്തിരി കുട്ടികളുണ്ട്. ഒരു വിഭാഗം കുട്ടികൾ അങ്ങനെ, ഒരു വിഭാഗം കുട്ടികളാകട്ടെ വെൽ എഡ്യൂക്കേറ്റഡ്, അത്യാവശ്യം പെയ്ഡ് സ്കൂളിലൊക്കെ പോയി അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ അറിഞ്ഞ് സ്റ്റാൻഡേർഡ് കിട്ടിയ കുട്ടികളുണ്ട്. ആവറേജ് കുട്ടികളുണ്ട്, ബിലോ ആവറേജ് കുട്ടികളുണ്ട്, എബോ ആവറേജ് കുട്ടികളുണ്ട്. അപ്പം ഞാനിവിടെ ഇന്ന് ഒരു ഓവറാൾ ബേസിക് ആയിട്ടാണ്, എല്ലാ കുട്ടികളും ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ഈ ക്ലാസ് കൊണ്ടുപോകുന്നത്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാ നല്ല കുട്ടികൾക്കും എല്ലാവർക്കും ഈ ഇംഗ്ലീഷ് ഗ്രാമർ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഫുൾ A+ നേടാനുള്ള ഗ്രാമർ ബേസ് കിട്ടും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം കഴിഞ്ഞ 10-40 വർഷത്തോളം ഇംഗ്ലീഷ് ബേസ് ഗ്രാമറൊക്കെ എടുത്തു കൊടുത്ത കുറേ കുട്ടികളുടെ അഭിപ്രായത്തിൽ നിന്നാണ് ഞാനിങ്ങനെ നിങ്ങളുടെ മുമ്പാകെ ഒരു ഗ്യാരണ്ടി പറയുന്നത്. ഏതായാലും നമുക്ക് പോർഷനിലേക്ക് കടക്കാം അല്ലേ. ഒരു ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, അത് തുടങ്ങുന്നത് ലെറ്റേഴ്സ് എന്നാണ്. എ ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സ് വരുമ്പോൾ എ വേർഡ് കിട്ടും, എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വരുമ്പോൾ ഒരു സെൻറ്റൻസ് കിട്ടും. പക്ഷെ ഒരു സെൻറ്റൻസിൽ വാമൊഴിയായി പറയുമ്പോൾ നമുക്ക് ലാംഗ്വേജ് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ തെറ്റുകൂടാതെ ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ബേസിക് ആയിട്ട് ഗ്രാമർ അറിഞ്ഞിരിക്കണം. അപ്പോൾ ബേസിക് ആയിട്ട് ഇംഗ്ലീഷ് ഗ്രാമർ അറിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മനസ്സിലാക്കണം, അതിൻ്റെ അടിത്തറ കിടക്കുന്നത് ബേസിക് ഗ്രാമർ എന്ന ഒരു പോർഷൻ ഞാൻ നിങ്ങളുടെ മുമ്പാകെ കൊണ്ടുപോകുന്നത് ആദ്യമായിട്ടൊരു ഡീറ്റെയിൽ സ്റ്റഡി അബൌട്ട് ടെൻസ്, പിന്നെ ആ ടെൻസിൻ്റെ ആക്റ്റീവ് ആൻഡ് പാസീവ് ഫോമുകൾ, പിന്നെ അതേപോലെ തന്നെ അതിനെ ബേസ് ചെയ്തിട്ടുള്ള റിപ്പോർട്ടഡ് സ്പീച്ച് അഥവാ ഇൻഡയറക്റ്റ് സ്പീച്ച്. ഇത് മൂന്നും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയി പഠിച്ചു കഴിഞ്ഞാൽ ഏതൊരു കുട്ടിക്കും സാമാന്യം തെറ്റുകൂടാതെ ഇംഗ്ലീഷ് എഴുതാനും അതുപോലെ ഇംഗ്ലീഷ് വായിച്ച് മനസ്സിലാക്കാനും സഹായിക്കുമെന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. ആ ബോധ്യത്തോടെ ഞാൻ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നു. അപ്പം ആദ്യമായിട്ട് ഞാൻ നിങ്ങളോട് ടെൻസ് എന്താണ്, കാരണം 10ാം ക്ലാസ്സിൽ എത്തുമ്പോഴേക്ക് ടെൻസൊക്കെ അറിയുമായിരിക്കും. കാരണം 8-9 ക്ലാസ്സിലൊക്കെ ടെൻസ് പഠിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ എന്താണ് ടെൻസ് എന്നൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ. ടെൻസ്, വാട്ട് ഈസ് ടെൻസ് എന്ന് ചോദിച്ചാൽ വാട്ട് ആൻസർ യു വിൽ ഗിവ്? എന്താ ടെൻസ്? എല്ലാവരും ടെൻസ് കേൾക്കുമ്പോഴേക്കും അതെന്തൊക്കെയോ എന്താണെന്ന് ചോദിച്ചാൽ, ടെൻസ് ഈസ് നത്തിങ് ബട്ട് അറേഞ്ച്മെന്റ് ഓഫ് എ ലാംഗ്വേജ് അക്കോർഡിംഗ് ടു 3 ടൈം. 3 കാലങ്ങൾക്കനുസരിച്ച് അഥവാ ത്രികാലങ്ങൾക്കനുസരിച്ച് ഒരു ലാംഗ്വേജിനെ, ഒരു ഭാഷയെ ചിട്ടപ്പെടുത്തുന്നതിനെയാണ് ടെൻസ് എന്ന് പറയുന്നത്. യു നോ ദാറ്റ് ദിസ് എ ലാംഗ്വേജ് ഫോർ യെസ്റ്റർഡേ, ദർ ഇസ് എ ലാംഗ്വേജ് ഫോർ ടുഡേ, ദർ ഇസ് എ ലാംഗ്വേജ് ഫോർ ടുമാറോ. യു സി, ഏത് ഭാഷ ഉപയോഗിക്കുമ്പോഴും 3 കാലങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ സംസാരിക്കാറ്. ഇപ്പൊ ഇന്നലെ വരുന്നു എന്ന് പറയുമോ? ഇല്ല അല്ലേ. ഇന്നലെ വന്നു എന്നേ പറയൂ. ഇന്നലെ പാടുന്നു എന്ന് പറയുമോ? ഇല്ല, ഇന്നലെ പാടി എന്നേ പറയൂ. എന്നാൽ അറ്റ് പ്രസന്റ് നൗ ഇപ്പോൾ എന്ത് പറയുന്നു? പാടുന്നു, പാടിക്കൊണ്ടിരിക്കുന്നു ഒക്കെ പറയും. ഇനി നാളെ വന്നു എന്ന് പറയുമോ? ഇല്ല, നാളെ വരും അല്ലേ. അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ? ദർ ഇസ് എ ലാംഗ്വേജ് ഫോർ യെസ്റ്റർഡേ, ദർ ഇസ് എ ലാംഗ്വേജ് ഫോർ ടുഡേ, ദർ ഇസ് എ ലാംഗ്വേജ് ഫോർ ടുമാറോ. Am I right?
അല്ലേ? എന്താ ഇങ്ങനെ 3 കാലങ്ങൾക്കനുസരിച്ചൊരു ഭാഷയെ ചിട്ടപ്പെടുത്തിയാൽ അതിന്റെ പേരാണ് ടെൻസ്. അപ്പോ ഈ ടെൻസ് എല്ലാ ഭാഷകൾക്കും ഉണ്ടാവും. മലയാളത്തിനുണ്ടാവും, ഹിന്ദിക്കുണ്ടാവും, അറബിക്കുണ്ടാവും, വട്ടർ മേ ബി ദ ലാംഗ്വേജ് ഏതുമാട്ടെ. ആ ലാംഗ്വേജിനൊക്കെ ബേസിക് ആയിട്ട് നമുക്ക് ത്രികാലങ്ങളാണല്ലോ ഉള്ളത്, അല്ലേ? ഏതൊക്കെയാ ത്രികാലങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ഭൂതകാലം, പിന്നെയോ വർത്തമാനകാലം, പിന്നെയോ ഭാവി കാലം. ഇങ്ങനെ കാലങ്ങളെ 3ആയി തിരിച്ചിരിക്കുന്നു. എന്താണ് ഭൂതകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വാട്ട് ഈസ് പാസ്റ്റ് ടെൻസ്, വാട്ട് ഈസ് പ്രസന്റ് ടെൻസ്, വാട്ട് ഈസ് ഫ്യൂച്ചർ ടെൻസ്? സോ basically tense is classified into 3. One, basically tense is classified into 3. ത്രികാലങ്ങൾക്കനുസരിച്ചാണ് ഇത് ക്രമീകരിക്കുന്നത്. അപ്പോ പാസ്റ്റ് ടെൻസ്, present tense, future tense. വാട്ട് ഈസ് ടെൻസ് എന്ന് ഞാൻ പറഞ്ഞു. ഒരു ഭാഷയെ കാലാനുസൃതമായി ചിട്ടപ്പെടുത്താൻ. ഇപ്പോ പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഈസ് പാസ്റ്റ് ടെൻസ്? ഭൂതകാലം, അല്ലേ? ഭൂതകാലം. വാട്ട് ഈസ് പ്രസന്റ് ടെൻസ്? വർത്തമാനകാലം. വാട്ട് ഈസ് ഫ്യൂച്ചർ ടെൻസ്? ഭാവി കാലം. അപ്പോൾ ഇന്നലെ, ഇന്ന്, നാളെ. ഇവിടെ ഇന്നലെ, ഇന്ന്, നാളെ എന്ന് പറയുമ്പോ ഇന്നലത്തെ ഞായറാഴ്ചയോ ചൊവ്വാഴ്ചയോ എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഇന്ന് എന്ന് പറയുമ്പോൾ ഇന്നത്തെ ദിവസത്തിന്റെ പേരല്ല ഉദ്ദേശിക്കുന്നത്. നാളെ എന്ന് പറയുമ്പോൾ അടുത്ത വെള്ളിയാഴ്ചയല്ല ഉദ്ദേശിക്കുന്നത്. പിന്നെയോ ഗ്രാഫിക്കിൽ നമുക്ക് പറയുകയാണെങ്കിൽ ഇപ്പോ ഒരു ഉണ്ടായ വസ്തുവിന്റെ പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ സപ്പോസ് യു ആർ ബോൺ ഇൻ എ പർട്ടിക്കുലർ പോയിന്റ്. നിങ്ങൾ പോയിന്റ് ജനിച്ചു. ഈ പോയിന്റിൽ ജനിച്ചിട്ട് നിങ്ങൾ പിന്നിട്ട അത്രയും ഭാഗം നിങ്ങളുടെ പാസ്റ്റ് ആണ്. അറിയാലേ? നിങ്ങൾ ഇപ്പോൾ നിലകൊള്ളുന്ന ഇത്രയും ഭാഗം നിങ്ങളുടെ പ്രസന്റ് ആണ്. ഇനി നാളെ നിങ്ങൾക്ക് മുന്നിലേക്ക് പോകാനുള്ളത് നിങ്ങളുടെ ഫ്യൂച്ചർ ആണ്. അപ്പൊ ഏത് വസ്തു എടുത്തു കഴിഞ്ഞാലും ഇപ്പൊ നിൽക്കുന്നത് പ്രസന്റ്, നാളേക്ക് ഉള്ളത് ഫ്യൂച്ചർ, കഴിഞ്ഞു പോയത് പാസ്റ്റ്, ഭൂതകാലം. അപ്പോൾ ഇങ്ങനെ സമയത്തെ ചിട്ടപ്പെടുത്തും. അതാണ് പാസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഭൂമിയുടെ പാസ്റ്റ് എന്തെന്ന് ചോദിച്ചാൽ എന്താ? ഭൂമി എന്നുണ്ടായി അന്നൊട്ട് ഭൂമി ഇപ്പൊ നിലക്കുന്ന അത്രയും സമയം ഭൂമിയുടെ പാസ്റ്റൻസ് ആണ്, അല്ലേ? ഹിസ്റ്ററി ഓഫ് എർത്ത്. ഇനി അതാണ് നമ്മളുടെ പാസ്റ്റ് ടെൻസ് എന്നുള്ളതിനെ കൂടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ അടിസ്ഥാനപരമായി ടെൻസിനെ 3ആക്കി തിരിച്ചിരിക്കുന്നു. ഇഫ് എനിബഡി ആസ്ക്സ് ഹൗ മെനി ടെൻസ് ആർ ദേർ ഇൻ ഇംഗ്ലീഷ്, ഹൗ മെനി ടെൻസ് ആർ ദേർ ഇൻ ഇംഗ്ലീഷ്, ഇംഗ്ലീഷിൽ എത്ര ടെൻസ് ഉണ്ട് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം, അടിസ്ഥാനപരമായി ബേസിക്കലി ടെൻസ് ഈസ് ക്ലാസിഫൈഡ് ഇൻടു 3. Then they are again subdivided into 3 each. ഇവ ഓരോന്നും വീണ്ടും subdivided into 4 each. വീണ്ടും എത്രയായി തിരിച്ചിരിക്കുന്നു? 4ആക്കി തിരിച്ചിരിക്കുന്നു. That means past tense is again subdivided into 4. Present tense is also divided into 4, 3, 4. And future tense is also classified into 4, 1, 2, 3, 4. So altogether, how many tense will be there? 3 into 4 is equal to 12 tense are there in English. ഇതിന് ആര് ചോദിച്ചാലും ഇത്ര ടെൻസേ ഇംഗ്ലീഷിനുള്ളൂ. എത്ര ടെൻസേ ഉള്ളൂ? പാസ്റ്റിലെ 4, പ്രസന്റിലെ 4, ഫ്യൂച്ചറിലെ 4. ഇങ്ങനെ 4 into 3 12 ടെൻസ് ആണ് ഇംഗ്ലീഷിനകത്ത് പഠിക്കാനുള്ളത് നമുക്ക്.
മനസ്സിലായല്ലോ? അടിസ്ഥാനപരമായി ത്രികാലങ്ങൾക്കനുസരിച്ച് 3 തിരിച്ചിരിക്കുന്നു. അത് വീണ്ടും ഓരോന്നും 4 തിരിച്ചിരിക്കുന്നു. again subdivided into 4 each. അപ്പോ എന്താണ്, ഏതൊക്കെയാണ് ഈ 4? ഇവിടെ അഡ്വാൻസ് അല്ലെ കുറച്ച് അറിയുന്ന കുട്ടികളല്ല കേട്ടോ. അറിയുന്ന കുട്ടികൾ ശ്രദ്ധിച്ചിരിക്കുക, അറിയാത്ത കുട്ടികൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിരിക്കുക, തീരെ അറിയാത്തവര് വളരെ പരമപ്രദമായി ശ്രദ്ധിച്ചിരിക്കുക. നോക്കൂ, ഇവിടെ എന്താ ഈ ടെൻസ് ഒക്കെ പഠിക്കാനുള്ളതെന്നൊക്കെ ചിലക്കുണ്ടാവും. ടെൻസ് പഠിക്കാനുണ്ട്. കാരണം 10ൽ പഠിക്കുന്ന ഞാനിപ്പോൾ പേപ്പർ നോക്കും, പല കുട്ടികൾക്കും ടെൻസ് തെറ്റിച്ചായിരിക്കുന്നത്. ചിലപ്പോൾ തുടങ്ങുന്നത് പ്രസന്റ് ആയിരിക്കും, അവസാനം ഇടയിൽ പാസ്റ്റ് ആയിരിക്കും, ചിലക്ക് ഫ്യൂച്ചർ ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഇതാകെ പാടെ ഒരു കസപ്പിശയാണിപ്പോൾ. അപ്പൊ അവിടെ ശ്രദ്ധിക്കണം, ബേസിക് ഫൗണ്ടേഷൻ ഓഫ് ഇംഗ്ലീഷ് ഗ്രാമർ ഇസ് മസ്റ്റ്. ഹിയർ ഐ എം ഗോയിങ് ടു റൈറ്റ് the names of each subdivisions. First of all, past tense. Past tenseലെ ഒന്നാമത്തെ ടെൻസിന്റെ പേരാണ് സിമ്പിൾ പാസ്റ്റ്. സിമ്പിൾ പാസ്റ്റ്. പ്രസന്റിൽ അപ്പൊ എന്തായിരിക്കും? ഇതേ പേരണം എടുത്താൽ മതി. എന്താ? സിമ്പിൾ പ്രസന്റ്. അപ്പൊ ഫ്യൂച്ചറിൽ എന്തായിരിക്കും? സിമ്പിൾ ഫ്യൂച്ചർ. പറയൂ. സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ ഫ്യൂച്ചർ. അതെ. ഇനി അടുത്തത് പറയുമ്പോ പാസ്റ്റിനെ ഇങ്ങോട്ട് കൊടുക്കുക. അപ്പൊ പാസ്റ്റ് കണ്ടിന്യൂസ്. എന്താണ്? പാസ്റ്റ് കണ്ടിന്യൂസ്. അപ്പൊ ഇവിടെ എന്തായിരിക്കും? പ്രസന്റ്. ഈ പേരും കൂടെ എടുക്കും. പ്രസന്റ് കണ്ടിന്യൂസ്. അപ്പൊ ഇവിടെ എന്തായിരിക്കും? ഫ്യൂച്ചർ കണ്ടിന്യൂസ്. ഫ്യൂച്ചർ കണ്ടിന്യൂസ്. സിമ്പിൾ കണ്ടിന്യൂസ്. ദെൻ അടുത്തത് വീണ്ടും പാസ്റ്റ് പെർഫെക്റ്റ്. അപ്പൊ ഇവിടെ എന്തായിരിക്കും? പേര് മാത്രമേ മാറുള്ളൂ. പ്രസന്റ് പെർഫെക്റ്റ്. ഇവിടെ എന്തായിരിക്കുക? പ്രസന്റ് അല്ല, ഫ്യൂച്ചർ പെർഫെക്റ്റ്. ഇവിടെ എന്തായിരിക്കും? പാസ്റ്റ് നാലാമത്തെ പെർഫെക്റ്റ്. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അപ്പൊ ഇവിടെ എന്തായിരിക്കും? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അപ്പൊ ഇവിടെ എന്തായിരിക്കും? ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. Now you notice the names of each subdivision categories of tense. Basically, tense is classified into 3. They are again subdivided into 4 each. So how many altogether? 12 tenses are there, and the name of each tense is first is simple, then continuous, then perfect, then perfectly continuous. What is order? Simple, then continuous, then perfect, then perfectly continuous. 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഇനി ടെൻസ് പഠിക്കുന്ന സാഹചര്യമൊന്നും ഇല്ല കേട്ടോ. ഏറ്റവും ശ്രദ്ധിക്കണം. അപ്പോൾ ഇപ്പൊ തന്നെ തറാക്കി പോവാ. 10ൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ടെൻസ് കാറ്റഗറി ക്ലിയർ ആയിട്ട് അറിയില്ല എന്ന് പറഞ്ഞാൽ നാണക്കേടല്ലേ? ശ്രദ്ധിച്ചു നോക്കുക. എന്താ പനി എന്ന് പറയുന്നത്? വാട്ട് ഈസ് ടെൻസ്? അറേഞ്ച്മെന്റ് ഓഫ് എനി ലാംഗ്വേജ് ഫോർ recording 3 times. Which are the 3 times? Yesterday, today, tomorrow. That means past, present, future. So there is a language for past, there is a language for present, there is a language for future. Can you understand? Can you follow? Yes. Again, അതിന്റെ പേരുകൾ പറഞ്ഞതിനെ കൊണ്ട് ടെൻസ് പഠിച്ചോ? ഇല്ല. പേരുമെങ്കിലും ഒന്ന് ഓർക്ക്. ഇപ്പോ ഏതൊക്കെയാ പേര്? ഞാൻ പറഞ്ഞല്ലോ, അഡ്വാൻസ് കുട്ടികൾ ശ്രദ്ധിക്കുക, തീരാത്ത കുട്ടികൾ നല്ല ശ്രദ്ധിക്കുക. നാളെ ടെൻസ് അറിയില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ് പച്ച മലയാളത്തിൽ പറയുന്നത്. ഇംഗ്ലീഷ് എടുക്കുമ്പോൾ കാരണം ടി വിയിലൊക്കെ ചില ക്ലാസ് എടുക്കുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ കേരളത്തിലുള്ള കുട്ടികളെ ഉദ്ദേശിക്കുമ്പോൾ നമുക്ക് കംപ്ലീറ്റ് ഇംഗ്ലീഷിൽ പറയാൻ പറ്റില്ല. കാരണം മിക്കവാറും ഒരു 80% കുട്ടികളും ഇംഗ്ലീഷ് മീഡിയം ആകട്ടെ
അവർക്ക് ആ തറോ നോളജ് കിട്ടുന്നില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ മിക്സഡ് പറയുന്നത്. അപ്പോൾ സിമ്പിൾ പാസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇവിടെ എടുക്കുമ്പോൾ പേരൊന്നിട്ട് മാറുള്ളൂ. പ്രസന്റ് എടുക്കുക, സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ്. ഇത് നിങ്ങൾ ചാർട്ട് ആക്കിയിട്ട് നിങ്ങളെ സ്റ്റഡി റൂമിലോ നിങ്ങൾ എന്നും എവിടെയാ കാണുന്ന വെച്ചാൽ ഒരു വട്ടെങ്കിലും അതിലേക്ക് കാണുക, നോക്കുന്ന സ്ഥലത്തൊന്ന് എഴുതുക. കാരണം ആയുഷ്കാലം മുഴുവൻ as long as you learn English, as long as you speak English, as long as you write English, this is must. ഇത് നിർബന്ധമാണ്. അപ്പോൾ this is the chart of tense. Can you see? ഈ പേര് അറിഞ്ഞതിനെ കൊണ്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഗ്രാമർ പഠിച്ചു എന്നൊന്നും വിചാരിക്കണ്ട. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വാട്ട് ഈസ് സിമ്പിൾ പാസ്റ്റ്, വാട്ട് ഈസ് സിമ്പിൾ പ്രസന്റ്, വാട്ട് ഈസ് സിമ്പിൾ ഫ്യൂച്ചർ, വാട്ട് ഈസ് പാസ്റ്റ് കണ്ടിന്യൂസ്, വാട്ട് ഈസ് പെർഫെക്റ്റ്, ഇത് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എടുത്തു തരും. ഇത് ഓരോ ലെക്ചർ ക്ലാസ് ആയിട്ടാണ് നിങ്ങൾക്ക് എടുത്തു തരുന്നത്. അപ്പോൾ ഇന്നൊരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ഫസ്റ്റ് ലെക്ചറാണ് തന്നിരിക്കുന്നത്. ഓരോ പാർട്ടായിട്ട് നിങ്ങൾക്കിത് വരും. അപ്പോൾ നിങ്ങൾ ഇത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക. എന്നാൽ നിങ്ങൾക്ക് 10-ലെ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ പാഠം, ഈ ബേസിക് ഫൗണ്ടേഷൻ കഴിഞ്ഞതിന് ശേഷമേ നിങ്ങൾ ടെൻസിലെ ഏത് ആപ്ലിക്കേഷനും നിങ്ങൾ പഠിക്കാൻ പോയിട്ട് കാര്യമുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളോട് എഴുതിക്കൊണ്ടുവരാൻ പറയുന്ന പോലെ എഴുതിക്കൊണ്ടുവരും. വല്ല ലാബർ ഇന്ത്യയിലോ എവിടെയെങ്കിലുമൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ആ എക്സസൈസ് അതേപോലെ അങ്ങോട്ട് എഴുതും. അത് എന്തിനു എഴുതുന്നോ ഏതിന് എഴുതുന്നോ പർപ്പസ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ കോഴ്സ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. നിങ്ങൾക്ക് ഒരു നല്ല ഫൗണ്ടേഷൻ കിട്ടുന്നുള്ള ഉത്തമ ബോധ്യത്തോടെ ഞാൻ ഇന്നത്തെ ഈ ഇൻട്രൊഡക്ഷൻ ക്ലാസ്, ജസ്റ്റ് ഓൺലി ഇൻട്രൊഡക്ഷൻ ക്ലാസ് മീൻ ഫോർ SLC സ്റ്റുഡൻസ്, ക്യാൻ എക്സ്പെക്ട് നെക്സ്റ്റ് പാർട്ട് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ആൻഡ് ഇത് കൂടുതൽ പാഠങ്ങൾ അടുത്തടുത്ത് വരും. നിങ്ങൾ എന്ത് ചെയ്യണം, ഓരോ പാർട്ടും നിങ്ങൾക്കൊരു എടുക്കുന്ന സമയത്ത് പറ്റില്ല എങ്കിലും നമ്മുടെ യൂട്യൂബിൽ ലിങ്കായിട്ട് വരുന്നുണ്ട്. PVN ഗ്ലോബൽ ചാനൽ സെർച്ച് ചെയ്താൽ എൻ്റെ ക്ലാസ്സിലായി പല ക്ലാസ്സുകൾ വരുന്നുണ്ട്. ചിലപ്പോൾ ഇംഗ്ലീഷ് ക്ലാസ്സുകളാവാം, ചിലപ്പോൾ വേറെ എന്തെങ്കിലും ക്ലാസ് ആവാം. നിങ്ങൾക്ക് വേണ്ട മാത്രം നിങ്ങൾ എടുക്കുക. ഇവിടെ ഈ ക്ലാസ് ഒരു ലെക്ചറായിട്ടാണ് തരുന്നത്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ലെക്ചർ ഫസ്റ്റാണ്. ഇനി ഓരോ പാർട്ടായിട്ട് നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കും. അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക, പഠിക്കുക. പ്രത്യേകിച്ച് ഇത് ക്ലാസ് വെച്ച് തരുന്ന ക്ലാസ്സുകളാണ്. ഇത് ഇപ്പോഴത്തെ പ്രായോഗിക ബുദ്ധിമുട്ടുകൊണ്ടാണ് ഇങ്ങനൊരു ക്ലാസ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തരുന്നത്. നിങ്ങളുടെ ഫ്രണ്ട്സിനോടും എല്ലാവരോടും ഈ ക്ലാസ് നിങ്ങൾക്ക് നല്ലതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. ഓക്കെ, താങ്ക് യു.